സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്നു. 10 മാസത്തിനിടെ കടിയേറ്റത് 1 ലക്ഷത്തോളം പേർക്കാണ്. ഒരു മാസം ശരാശരി 10,000 പേർക്കെങ്കിലും തെരുവുനായകളുടെ കടിയേൽക്കുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ABC പദ്ധതിയിലെ പാളിച്ചയാണ് തെരുവുനായകൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, സർക്കാരിന് ഇതൊന്നും തീരെ ശ്രദ്ധയില്ല എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അടിക്കടി ഓരോ പ്രദേശത്തു നിന്നും തെരുവുനായ ആക്രമണത്തിൻ്റെ വാർത്തകൾ വരുന്നു. അതാകട്ടെ വാക്സിൻ എടുത്ത ശേഷവും മരണങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തെ ഇത്ര ലാഘവ ബുദ്ധിയോടെ സമീപിക്കുന്നു എന്നതിന് തെളിവല്ലേ ഈ കണക്കുകൾ? തീർച്ചയായിട്ടും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെയാണ്. തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമായി തന്നെയാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തുറന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും അടക്കം എല്ലാവർക്കും കടിയേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. 2024-ലും 2025-ലും നിരവധി പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബറിലെ വരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 99,000-ത്തിലധികം പേർക്കാണ് ഈ ഒരു തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. നിരന്തരമായി തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യാതൊരുവിധ നടപടിയും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ ഈ ഒരു തെരുവുനായ ശല്യം കുറയ്ക്കുന്നതിനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരവധി കോർപ്പറേഷന്റെ മുഖേന നിരവധി ആളുകളെ തെരുവുനായ പിടിക്കാനും അതുപോലെ തന്നെ അതിനെ ഷെൽട്ടർ ഹോമിലാക്കാനുമുള്ള പദ്ധതികളൊക്കെ തന്നെ സർക്കാർ കൊണ്ടുവന്നിരുന്നു എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ നൽകി. പക്ഷേ എന്നിട്ടും ഈ ഒരു വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ പറയേണ്ട ഒരു കാര്യം. എല്ലാം വാഗ്ദാനങ്ങളിൽ തന്നെ ഒതുങ്ങി. നിരവധി പേർ മരിച്ചിട്ട് കൂടി നമ്മൾ ഇടയ്ക്ക് പറയേണ്ട ഒരു കുട്ടി തന്നെ മരിച്ചിരുന്നു ഈ ഒരു പേവിഷബാധയേറ്റ്. ഈ ഒരു വിദ്യാർത്ഥി, ആ ഒരു കുഞ്ഞുകുട്ടി മരിച്ചിട്ട് കൂടി സർക്കാർ അനങ്ങുന്നില്ല. അനങ്ങാപ്പാറ പോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉയർന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായി എന്നിട്ടും എന്തുകൊണ്ടാണ് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം നൽകാത്തെന്നാണ്. ബീച്ചുകളിലും അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ നടപ്പാതകളിൽ പോലും ആളുകൾക്ക് സാധാരണയായി നടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് തെരുവുനായകളുടെ ശല്യം ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ബീച്ചുകളിലാകട്ടെ വൈകുന്നേരങ്ങൾ തെരുവുനായ ശല്യങ്ങൾ വളരെ രൂക്ഷമായി തുടരുകയാണ്. തിരുവനന്തപുരത്തുള്ള ശംഖുമുഖം ബീച്ചിൽ ഉൾപ്പെടെ നിരവധി ബീച്ചുകളിൽ തെരുവുനായകൾ രാത്രി അവരുടെ വിഹാര കേന്ദ്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിരവധി പേർക്കാണ് കടിയേൽക്കുന്നത്. കുട്ടികളടക്കമുള്ളവരാണ് ഇതിനു വേണ്ടി ചികിത്സയിലെത്തുന്നത്. കൃത്യമായ കണക്കൊന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കണക്കുകളിലെല്ലാം വീഴ്ച സംഭവിക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ സർക്കാരിന് എന്ത് ഈ ഒരു തീരുമാനമാണ് ഈ ഒരു തെരുവുനായ ശല്യത്തിനെതിരെ എടുക്കുന്നതെന്നൊരു കാര്യത്തിലും ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകേണ്ടിയിരിക്കുന്നു എന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നൊരു ആവശ്യം എന്ന് പറയുന്നത്. കൃഷ്ണരാജ്, ശരി. തെരുവുനായ ആക്രമണം വർദ്ധിക്കുകയാണ്. ഒരു വർഷത്തിനിടെ 1 ലക്ഷത്തോളം പേർക്ക് കടിയേറ്റു എന്നാണ് വിവരങ്ങൾ നൽകുക. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.